നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാനേ ബെൻസിനോട് സർപ്രൈസ് കൊടുത്തത് ദാവരുന്നു ഇവിടെ നാളെ മറ്റു അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. ഫ്രണ്ടിൽ കൂടെ പോയ സസ്പെൻസ് പൊളിയും. നമുക്ക് മതിലിയാടി പോവാം, അതല്ലേ അതിൻ്റെ രീതി. വാ. എടാ നിനക്ക് വീട്ടിലിടുമ്പോ എന്റെ ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് വന്നോടായിരുന്നു നിനക്ക്. എടാ നിന്റെ വീട്ടിൽ പുതിയ പട്ടി മേടിച്ചെന്ന് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോടാ കാലാ. എടാ അത് ഇവന്റെ വീട്ടിലെ പട്ടിയല്ല, നമ്മളെ വർഗീസേട്ടൻ നാട്ടിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ പട്ടിയെ നോക്കാൻ കൊണ്ട് ഏൽപ്പിച്ചതല്ലേ. ഇവൻ കുറ്റിയും പറിച്ചിട്ട് ക്രിസ്മസ് പപ്പയുടെ വേഷം ഇട്ടുകൊണ്ട് വരുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? എന്തായാലും വന്നത് വന്നു. നമ്മുടെ പാർട്ടി എവിടെ അറേഞ്ച് ചെയ്തേക്കുന്നേ? ഒരു കാറ് വിട്ടു തരണം. ഈ അവസ്ഥ എനിക്ക് വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ല. ഏഴെങ്കിലും ഞാൻ അവിടെ. എടാ ഒരു താങ്ങ് വെച്ചോണ്ടല്ലേ. എടാ പട്ടി വളർത്തുപട്ടിയാണെങ്കിലേ കുറച്ച് നാൾ നിരീക്ഷിച്ചിട്ട് വേണം നീ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ. മാത്രമല്ല ഒരു നാരങ്ങാച്ചാറ് പോലെ നീ തൊട്ട് നോക്കണമെങ്കിലേ പട്ടി കടിച്ച സ്ഥിതിക്ക് നിനക്ക് പറ്റത്തില്ല. നിന്നെയാണോ പാർട്ടിക്ക് കൊണ്ടുപോകുന്നത്? അതൊക്കെ വിട്, പാർട്ടി ഇനിയും വരുമല്ലോ. 2026 പാർട്ടി നീയല്ലേ ഉണ്ടാക്കുന്നത്. അന്ന് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പാർട്ടി കൂടാം. തൽക്കാലം 2025 പാർട്ടി നമ്മൾ രണ്ടുപേരും കൂടെ കൂടാം. അപ്പോൾ ശരി, ബൈ. എന്നാ വാ. അളിയാ, വേറൊരു കാര്യത്തിൽ നിന്ന് ഞാൻ സമ്മതിച്ചു. നമ്മളെ കൂട്ടത്തിലെ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്ന നീ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഇല്ല, ഞാൻ എന്ത് വാക്ക് പാലിച്ചാണ് നീ പറയുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞത് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ നീ ഒറ്റയ്ക്ക് ആഘോഷിക്കുന്നു. ആ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ? ഇപ്രാവശ്യത്തെ ക്രിസ്മസിനും ന്യൂ ഇയറിനും അളിയൻ മാത്രം ഇവിടെ കാണും. അപ്പം അളിയൻ ഇവിടെ ഇരുന്ന് ആഘോഷിച്ചു, ഞാനും അവനും കൂടെ അവിടെ അടിച്ച് പൊളിക്കാൻ പോവാം. അപ്പം ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.